താങ്ക് യു സോ മച്ച് സർ. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ് സാർ, ഓഡിബിൾ ആണ്. യെസ്. താങ്ക് യു. വളരെ വളരെ സന്തോഷം. രാവിലെ തന്നെ ഞാൻ RCM ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് ടീമുകള് ഞാൻ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. എന്റെ ടീമിൽ മാത്രമല്ല, ബാക്കി ഒരുപാട് സുജി സാറിന്റെ ടീമിൽ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അടുത്ത്. അപ്പൊ ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഒറീസയിലും ഹൈദരാബാദിലും ഒക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് എല്ലാ ഭാഗത്തും സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഒരു ടീമാണ് എൻ്റെത്. അപ്പൊ അതുകൊണ്ട് ആ എല്ലാ ടീമുകളുടെ ഇടയിൽ മോസ്റ്റ് എൻഗേജിങ് ആയിട്ടുള്ള ടീമാണ് അർജുൻ സാറിന്റെ ഈ ഒരു ടീം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു വിജയ രഹസ്യം എന്താണ്? എൻഗേജ്മെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ലീഡർമാരുള്ള ടീമിനാണ് ഏറ്റവും വലിയ വിജയം ഉണ്ടാവുക. ആ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീം ആവാനുള്ള ശേഷിയുള്ള ടീമിനോടാണ് ഞാനിപ്പോ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് വലിയ വലിയ ട്രെയിനിങ് കൊടുക്കുന്ന ലീഡർമാർ ഞാൻ കാണുന്നുണ്ട്. അപ്പം എനിക്ക് തീർച്ചയായിട്ടും അറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും ചിന്താഗതി വളരെ വലുതായിരിക്കും, നിങ്ങളുടെ എല്ലാവരുടെയും വിഷൻ വളരെ വലുതായിരിക്കും, നിങ്ങളെല്ലാവരും മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുള്ള വഴിയും വളരെ വലുതായിരിക്കും. സോ ആ വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് ഇൻപുട്ട് തരാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. എന്നെ പരിചയമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. യെസ്, വെൽക്കം രഞ്ജിത്ത് സാർ. കണ്ടോ, ഗൂഗിളിൽ ചാറ്റിലിട്ടാണല്ലോ വെൽക്കം. അപ്പൊ ആ രഞ്ജിത്ത് ഞാൻ തന്നെയാണ്. നമ്മളെ അർജുൻ സാറ് തുടക്കത്തിൽ പറഞ്ഞു കുറെ പേര് RCM ബിസിനസ്സിനകത്ത് പ്രൊഡക്റ്റ് കണ്ടുവന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് പേര് RCMനകത്തേക്ക് പ്ലാൻ കണ്ടുവന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ RCMലേക്ക് വന്നത് ഒരു പെണ്ണ് കണ്ടിട്ടാണ്. അത് ഒരുപാട് പേർക്ക് അറിയില്ല, കുറെ പേർക്ക് അറിയാം. ഇന്ന് വരെ ആരും കൊണ്ടോ ഓൾ ഇന്ത്യ ലെവലിൽ എനിക്ക് തോന്നുന്നു ഒരു പെണ്ണ് കണ്ടതിന്റെ പേരിൽ RCM ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. ഇന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നു. പണ്ട് RCM എന്ന പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് ഏകദേശം ഞാൻ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് എൻ്റെ ഒരു എന്താ പറയുക ബയോഡാറ്റ നിങ്ങളടുത്ത് പറയാം. RCMൽ വരുന്നതിന് മുമ്പ് ഒരു 15 വർഷത്തോളം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ചത് ഫാർമസ്യൂട്ടിക്സ് ആയിരുന്നു. ഇന്ത്യയിലും ദുബായിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഞാൻ എന്താ പറയുക സൗത്ത് ഇന്ത്യയുടെ സോണൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു വിവാഹാലോചന വന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഒരു ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നും എൻ്റെ അമ്മായിയപ്പൻ, ഭാവി അമ്മായിയപ്പൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്നും എൻ്റെ അമ്മായിയമ്മ ഒരു ഗവൺമെന്റ് ടീച്ചറാണെന്നും എൻ്റെ വൈഫ്, ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ ചേച്ചി ഒരു MBA കഴിഞ്ഞൊരു ബാങ്കിൽ വർക്ക് ചെയ്യണമെന്നുള്ള, എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലി, ആ ഒരു ലെവലിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്, ഓൾമോസ്റ്റ് വിവാഹം കഴിഞ്ഞ് 2-3 മാസത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഫാദർ ഇൻ ലോയുടെ സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് പുള്ളിയുടെ പാർട്ട് ടൈം ബിസിനസ്സും പുള്ളിയുടെ ഫുൾ ടൈം ബിസിനസ് RCM ആണെന്ന്. സോ ആ സമയത്ത് എനിക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, കാരണം അന്ന് ഡയറക്ട് സെല്ലിംഗിന് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ കേട്ടിട്ടില്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് MLM എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. സോ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അതും അന്ത കാലഘട്ടത്തിൽ ഏകദേശം 1 ലക്ഷം രൂപ മേലെ ഇൻകം ആകുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു ആളെ പിടിക്കുന്ന പരിപാടി MLM പരിപാടി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇന്നുള്ള പല ആളുകളെയും പോലെ തന്നെ എനിക്കും എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇതെന്നുള്ള 100% ധാരണയോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി മെയിനായിട്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. സോ അതെനിക്ക് ഭയങ്കര ഒരു ട്രാജഡി ആയി തോന്നി. പക്ഷെ ദൈവസഹായം കൊണ്ട് അന്നത്തെ സമയത്ത്, എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഫാദറിനോന് ഇതിനെപ്പറ്റി പറയാത്തത് കൊണ്ട് ഈ വിവാഹം നടന്നു. ഇൻ കേസ് എനിക്ക് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ കല്യാണം തന്നെ വേണ്ടാന്ന് പറഞ്ഞേനെ. കാരണം എനിക്ക് ഇൻഡസ്ട്രിയെ പറ്റി അത്രയും മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നീട് വിവാഹത്തിന് ശേഷം എൻ്റെ ഫാദറിലോ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല RCMന്റെ നല്ല റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ന്യൂട്രി ചാർജ് ഉണ്ടെന്നോ ഇതിനകത്തുള്ള ഒരു പ്രൊഡക്റ്റ് പോലും നല്ലതാണ് നീ ഉപയോഗിച്ച് നോക്കുന്ന എൻ്റെ അടുത്ത് എൻ്റെ ഫാദറിലോ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഇന്റർനാഷണൽ ലെവൽ ഓപ്പർച്യൂണിറ്റി വന്നു. ഞാൻ എൻ്റെ വൈഫിനെയും, ആ സമയത്ത് എനിക്കൊരു 1.5 വയസ്സുള്ള മോളുണ്ടായിരുന്നു, അവരൊക്കെ കൂട്ടി ഞാൻ ദുബായിൽ ഷിഫ്റ്റ് ആയി. അവിടെ എൻ്റെ വൈഫ് പ്രാക്ടീസ് തുടങ്ങി. ഞാനും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 3 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഫാദറിലോ എന്നെയല്ല എൻ്റെ ഭാര്യയെ വിളിച്ച് പറയുന്നത് ദുബായിൽ ഉണ്ടായിരുന്ന എൻ്റെ ജോലിയും എൻ്റെ വൈഫിന്റെ ക്ലിനിക്കൽ പ്രാക്ടീസും എൻ്റെ മോൾ അവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മോളുടെ അവിടെ പ്രീ സ്കൂളിലായിരുന്നു, KG അതൊക്കെ നിർത്തിയിട്ട് നമ്മളിവിടെ നാട്ടിൽ വന്നിട്ട് നല്ല ഉപ്പ്, നല്ല മല്ലി, നല്ല മുളക്, നല്ല മഞ്ഞളൊക്കെ ഉണ്ട്, ഇത് നമുക്കിവിടെ RCMലൂടെ വിൽക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം എൻ്റെ ഭാര്യയുടെ അടുത്തത് പറഞ്ഞപ്പോ തന്നെ എൻ്റെ വൈഫ് പറഞ്ഞു, അച്ഛൻ പറയുന്ന പൊട്ടത്തരാണ്, ഏട്ടൻ ഒരിക്കലും വരാൻ പോകുന്നില്ല, അത് RCM ചെയ്യാൻ, വേറെ എന്തും കാണാൻ പോട്ടെ എന്ന് വെക്കാം.
അപ്പൊ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഫാദർ ഇൻ ലോ RCM ഒരു വലിയ ലീഡർ ആയതുകൊണ്ട് പുള്ളി ഫോളോ അപ്പിൽ ഗംഭീരായിരുന്നു. പുള്ളി പ്രഷർ ചെയ്തുകൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. നീ പറഞ്ഞു നോക്ക് ഇനിയിപ്പോ വന്നാലോ, പറഞ്ഞു നോക്കെന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്തു. അങ്ങനെ ഒരു ദിവസം എന്റെ ഭാര്യ എന്നോട് വന്ന് പറഞ്ഞു, ചേട്ടാ അങ്ങനെ അച്ഛൻ നാട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, ഇവിടുത്തെ പരിപാടിയൊക്കെ വെച്ചിട്ട് RCM ചെയ്യാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അടുക്കളയിൽ വെച്ചിട്ടാ പറയുന്നത്. ഷാർജയിലെ എന്റെ ഫ്ലാറ്റിലെ അടുക്കളയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന് തലക്ക് സുഖമില്ല എന്ന് എനിക്ക് പണ്ടേ അറിയാം. കാരണം അല്ലാതെ പുള്ളി ഇത്തരത്തിലൊരു പരിപാടി ചെയ്യൂല, ഈ RCM കേസും ഒന്നും. ഇതെന്തെങ്ങനെ ജനറേഷൻ ആയിട്ട് തലക്ക് സുഖമില്ലാണ്ട് ആവുകയാണ്. ഇത് നിനക്കും ഇതേപോലെ തന്നെ ഭ്രാന്തായി. ഇവിടുത്തെ ഇത്രയും നല്ല സൗകര്യം വിട്ടിട്ട് എന്തിനു നമ്മുടെ നാട്ടിൽ പോകണം, നിനക്ക് എങ്ങനെ എന്നോട് ചോദിക്കാൻ തോന്നി എന്ന് അന്ന് എന്റെ ഭാര്യനോട് പറഞ്ഞ ഞാനാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു റൂബി പിൻ അച്ചീവറായി റൈസിംഗ് കോർ ലീഡറായിട്ട് നിങ്ങൾക്ക് RCM ട്രെയിനിങ് തരാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഏത് ലെവലിലാണെന്ന്. എന്റെ ഫാദർ ഇൻ ലോ RCM ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാന്ന് നിങ്ങൾക്കറിയാം. അത് പറഞ്ഞുകൊണ്ട് ഭയങ്കര തമാശയുള്ള ഒരു കാര്യമാണ്. എന്റെ വിവാഹം നിശ്ചയത്തിന് ശേഷം ഏകദേശം 9 മാസം ഗ്യാപ്പിനാണ് എന്റെ കല്യാണം കഴിയുന്നത്. പക്ഷെ നിശ്ചയം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു 9 മാസം ഞങ്ങൾക്ക് പ്രേമിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, വിവാഹത്തിന് നിശ്ചയത്തിന് ശേഷം എൻഗേജ്മെന്റിന് ശേഷമുള്ള പ്രണയം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ എപ്പോഴും എന്റെ ഫാദർ ഇൻ ലോനെ വിളിക്കാറുണ്ട്. അപ്പൊ പുള്ളിനെ വിളിക്കുമ്പോഴൊക്കെ പുള്ളിയുടെ മൊബൈലിൽ ഒരു പാട്ടുണ്ടാവും, RCM 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 RCM. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പാട്ട്, കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ആ ടൈമിൽ RCM എന്ന് പറഞ്ഞ വാക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ആത്മീയം എന്നാണ്. കാരണം RCM എന്നൊരു വാക്കില്ലല്ലോ, അപ്പൊ ആത്മീയമാണല്ലോ സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ ഭയങ്കര ആത്മീയതയുടെ ആളാണ്, എന്തൊരു നല്ല മനുഷ്യൻ. ഞാൻ ഈ ഒരു വീട്ടിൽ എന്നെ ഞാൻ എന്താ പറയാ മരുമകനായി പോകുന്നത് ഞാൻ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് ഏത് സിനിമയിലെ പാട്ട്, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം 9 മാസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വീണ്ടും ഒരു 3 മാസത്തിന് ശേഷം ഞാൻ എന്റെ ഫാദർ ഇൻ ലോനെ വിളിച്ച് സംസാരിച്ച് കട്ട് ചെയ്തപ്പോ ഞാൻ എന്റെ ഭാര്യനോട് ചോദിച്ചു, ഇത് ഏത് സിനിമയിലെ പാട്ടാ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിന്റെ അച്ഛൻ ഈ പാട്ട് മാറ്റിയിട്ടില്ലല്ലോ, ഈ ആത്മീയം. ഞാൻ കേൾക്കാത്തത് ഏതാ പടം എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ ഭാര്യ പറയുന്നത്, അത് പടമല്ല, അത് ആത്മീയമല്ല, അത് RCM ആണ്. അറിയില്ല, RCM അറിയില്ല, ഡയറക്ട് സെല്ലിങ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയില്ല എന്ന് പറഞ്ഞത്. അന്നാണ് ഈ ബോംബ് ഫസ്റ്റത്തെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണോല, ആ ബോംബ് എന്റെ മേലും വന്ന് വീണത്. ഈശ്വര, ഞാൻ വളരെ ആത്മീയതയുടെ ആളാണ്, വളരെ നല്ല വ്യക്തിയാണെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ച വ്യക്തി ഇതുപോലെ MLM ചെയ്യുന്ന ആളായി പോയല്ലോ, ആകപ്പാടെ കുടുങ്ങിയല്ലോ എന്ന് അന്ന് ഞാൻ വിചാരിച്ചു. സോ അങ്ങനെയാണ് എന്റെ ലൈഫിൽ RCM കടന്നു വന്നത്. എന്ന് വെച്ചാൽ എന്റെ ആദ്യത്തെ RCM എന്ന പേര് ഞാൻ കേട്ടത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ സിസ്റ്റത്തിനകത്ത് ഞാൻ വീണ്ടും ഇതൊരു വലിയ കഥയാണ്, സത്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. ബട്ട് അത് നമുക്ക് പിന്നീട് പറയാം. കാരണം ഏതായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്സ് വേണമല്ലോ. അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ സിസ്റ്റം ഞാൻ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അർജുൻ സാറ് പറഞ്ഞു, തുടക്ക കാലഘട്ടങ്ങളിൽ സൂം മീറ്റിംഗ് ആണെങ്കിൽ എന്റെ പ്രസന്റേഷൻ ആണെങ്കിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി ചെയ്യാന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ കാര്യം, RCM എന്ന് മാത്രമല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യം, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പോസിബിലിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട്, ഏറ്റവും അധികം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ദുബായിൽ ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. 5 ലക്ഷം മീൻസ് എനിക്ക് മാത്രമല്ല, എന്റെയും എന്റെ വൈഫിനെയും കൂടി ചേർത്തുള്ള പൈസ ഞാൻ പറഞ്ഞത്. അത് ഒരു എക്സാഗ്രേഷനും ഇല്ല. അത് ആരുടെ എന്ന് വെച്ചാൽ എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് ചോദിച്ചാൽ സത്യമായിട്ട് ഞാൻ അത് വിട്ടിട്ടാ വന്നതെന്ന്. അന്ന് ഞാനിത് വിട്ടു വരുന്ന സമയത്ത്, ദുബായിൽ ജോലി വിട്ടു വരുന്ന സമയത്ത് ഞാനും എന്റെ വൈഫും വിട്ടു വരുമ്പം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരും ഗൾഫിൽ ഉണ്ടായിരുന്നവരും മുഴുവൻ ആൾക്കാർ എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്ന പൊട്ടത്തരാണ്, ലോകത്താരും ഇത്രയും വലിയൊരു ഇൻകം വിട്ടിട്ട് നാട്ടിലേക്ക് പോകില്ല. കാരണം 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും നാട്ടിലുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഗൾഫിലേക്ക് വരാൻ ആൾക്കാർ എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരുന്ന സമയത്ത് ഇത്രയും വലിയ ഇൻകം ഉപേക്ഷിച്ച് നീ എന്തിനാ പോണേ, പൊട്ടത്തരാണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും, അത് ഇന്ത്യയിലുള്ള ആൾക്കാരായിക്കോട്ടെ ഗൾഫിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിക്കോട്ടെ, കൊറോണ കാലഘട്ടം വന്നപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ജോലി പോയി. ഇവരുടെ എല്ലാവരുടെയും ഗൾഫിൽ ഉണ്ടായിരുന്നവർക്ക് ഫാമിലി നാട്ടിലേക്ക് അയച്ചു, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാതെയായി. ഇതേ കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ RCM റൂബി ആയിട്ട് മാറുന്നത്. ഇത് എന്താ പറയാ, എനിക്ക് മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചത് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കോട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വന്ന് ഇരിക്കാൻ പറ്റുന്നത്. അന്ന് ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ
ഇന്ന് RCM-ല് ഒരു ഇത്രയും വലിയൊരു ഇൻകത്തോടു കൂടി എനിക്ക് ഈ ബിസിനസ്സിൽ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഒന്നും ഇരിക്കാൻ സാധിക്കില്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, ഇന്നത്തെ RCM അല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ വരാൻ പോകുന്ന RCM-ന് വേണ്ടിയിട്ടാണ്, വരാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ വ്യക്തികളും RCM ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളുടെ പല ടീം ലീഡേഴ്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള, മുമ്പേ പറഞ്ഞു, ഇപ്പോഴല്ല ഒരുപാട് കാലം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നാളെ മറ്റന്നാൾ ആളുകളുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ പോലും RCM ID ഇല്ലാത്ത ഒരാളെ പോലും നാളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അത്ര അധികം എന്താ പറയുക ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ് RCM എന്ന ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗ്യാരണ്ടിയാണ്, നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. അത് ആ നാളെ മറ്റന്നാൾ എന്നുള്ളത് എന്നാണ് ആ നാളെ മറ്റന്നാൾ വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറിന്റെ ഇൻകം ഒരു മിനിറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 200 രൂപേന്റെ മേലെ പുള്ളിക്ക് ഒരു മിനിറ്റ് കിട്ടും. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ഒരു 8 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ 8 മിനിറ്റിനടുത്ത് പുള്ളിക്ക് എന്താ പറയുക ഇൻറ്റു 200 പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞു. അത്രയും ഇൻകം വരുന്നുണ്ട്. പക്ഷെ പുള്ളി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ആരെങ്കിലും പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റിൽ നിങ്ങൾക്ക് 200 രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വിശ്വസിക്കുമോ? ലോകത്ത് ആരും വിശ്വസിക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ, വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു കാലഘട്ടം, മിനിറ്റിന് ലക്ഷങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരും. കാരണം എന്താണ്, ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും അധികം ജനസംഖ്യയുള്ള നാടാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ജയിക്കാൻ വേണ്ടി നമുക്ക് ആകെ വേണ്ട എന്താണ്, ജനസംഖ്യ, പോപ്പുലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ലോകത്ത് മറ്റേത് കൺട്രിയേക്കാളും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നിങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ, എസ്പെഷ്യലി അത് മൂല്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന RCM പോലും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ സുഹൃത്തുക്കളെ, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻകം മാത്രമല്ല നിങ്ങൾ പ്രശസ്തിയും എല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എങ്കിലും ഞാനും ചോദിക്കുകയാണ്. പണ്ട് നമുക്കറിയാം, എന്റെ ഫാദറിലോ ഒക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് RCM-നകത്ത് വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു സൂട്ട് ലെങ്ത്തും ഒരു സോപ്പ് അങ്ങനെയൊക്കെ ആ സമയത്താണ് ജോയിൻ ചെയ്തത്. ഇന്ന് നമുക്കറിയാം, നമുക്ക് RCM-ലെ പ്രൊഡക്റ്റുകൾ എണ്ണിയാൽ തീരില്ല, അത്രയധികം പ്രൊഡക്റ്റുകൾ RCM-ൽ വന്നു. ഏത് കാലഘട്ടത്തിലാണ് RCM ചെയ്യാൻ ഈസി? മുമ്പായിരുന്നു അത് ഇപ്പോഴായിരുന്നു? എപ്പോഴാണ് സത്യം പറഞ്ഞ RCM ചെയ്യാൻ ഈസി ചെയ്ത? ചാറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾക്ക് ഒരു കമന്റ് ഇടാൻ പറ്റുമോ? ജസ്റ്റ് നിങ്ങൾ എൻഗേജ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഇപ്പോൾ ഇപ്പോൾ ആരും പഴയ കാലം പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ കമന്റിന്റെ കാര്യം എനിക്കറിയാം, ഞാൻ നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ഞാൻ ഒരു കമന്റ് ഇടാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇപ്പൊ RCM ചെയ്യാൻ ഈസി ആണെന്ന് അല്ലെ? കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് RCM ബിസിനസ്സിനകത്ത് ഉണ്ടായിട്ട് അതിനുശേഷം പെർ മന്ത് 1 ലക്ഷം രൂപക്ക് മേലെ ഇൻകം വാങ്ങുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ചോദ്യത്തിന് ഉത്തരം പറയണമെന്നില്ല, ഞാൻ വെറുതെ ചോദിക്കാം. അത്ര ഈസി ആണ് ഇപ്പം RCM എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് RCM-ൽ അത്ര വലിയൊരു വിജയത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്തത്? RCM ഈസി ആണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പണ്ടത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴാണ് ഈസി ചെയ്തത്. അപ്പൊ പണ്ട് ഉണ്ടായിരുന്ന ഒരുപാട് പേര് നമുക്ക് വലിയ ഇൻകത്തിലേക്ക് വന്നു. ഇപ്പോഴുള്ള ആളുകൾക്ക് എന്താ ആ ഒരു ഫാസ്റ്റ് ആയിട്ട് ഇൻകത്തിലേക്ക് വരാത്തത്? കാരണം എന്താ ഞാൻ പറയാം. എന്റെ ഒരു കാഴ്ചപ്പാടില് RCM അന്നും ഈസി അല്ല, ഇന്നും ഈസി അല്ല. RCM അന്നും ഈസിയാണ്, ഇന്നും ഈസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ RCM എന്ന് പറഞ്ഞ സിസ്റ്റത്തിനകത്ത് ജയിക്കണം എന്ന് ഉറപ്പിച്ച് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം RCM അന്നും ഈസി ആയിരുന്നു, ഇന്നും ഈസി. അവർക്ക് പ്രൊഡക്റ്റ് അല്ല അവർ കണ്ടത്. അവർക്ക് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 2 പ്രൊഡക്റ്റ് ആണെങ്കിലും ആ ബിസിനസ് അവർ 100% ചെയ്തു. അവർ അതുകൊണ്ട് ഇന്ന് സക്സസ്ഫുൾ ആയി. ഇന്ന് നമ്മുടെ കയ്യിൽ 1000-ഓളം പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷേ ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് അയ്യോ ഇത് RCM-ൽ കടലേ ഇല്ലല്ലോ, സോറി കടലല്ല, കടുകില്ലല്ലോ, കടല ഉണ്ടല്ലോ നമുക്ക്, കടുകില്ലല്ലോ, അല്ലെങ്കിൽ RCM-നകത്ത് ഇന്ന പ്രൊഡക്റ്റ് ഇല്ലല്ലോ, ബ്ലീച്ചിങ് പൗഡർ വന്നില്ലല്ലോ RCM-ൽ എന്ന് പറഞ്ഞിട്ട് അതുകൂടി വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സത്യമല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രൊഡക്റ്റ് അല്ല നമ്മളെ സത്യം പറഞ്ഞാൽ ജയിപ്പിക്കുന്നത്, നമ്മുടെ ഡിസയർ ആണ്. നമ്മൾ ജയിക്കണമെന്ന്, നിങ്ങൾ ജയിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ RCM-ൽ ഇത്രയും പ്രൊഡക്റ്റിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും RCM എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടാണ് RCM-ൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകൾക്ക് അന്നും ടഫാണ്. അന്നും ഇപ്പൊ പറഞ്ഞ പോലെ 25 വർഷം മുമ്പ് RCM ജോയിൻ ചെയ്ത ആൾക്കും ഇന്ന് സക്സസ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞൊരു വർഷം മുമ്പ് ജോയിൻ ചെയ്ത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കും ഒരു സക്സസും ഉണ്ടായിട്ടില്ല. നിങ്ങൾ എത്ര പേര് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയാം? നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബ് അറിയില്ലേ? നമ്മുടെ ഒരു കളറുള്ള ഒരു കട്ട ഇങ്ങനെ കറക്കിയിട്ട് നമ്മൾ എല്ലാ കളറും ഓരോ സൈഡിലേക്ക് ആക്കുന്നത് നിങ്ങൾ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്?
ഒരു 1 hour, 1 മണിക്കൂറിനുള്ളിൽ റുബിക്സ് ക്യൂബ് ചെയ്യാൻ പറ്റുമോ? അതോ ഒരു ദിവസം ഫുൾ എടുക്കുമോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്? ശരി, ഒരു 2 മണിക്കൂർ, 15 മിനിറ്റ് നോക്കിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇപ്പൊ ഇതിനകത്ത് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം പോകും. അപ്പൊ ഞാൻ അതിന് ചോദിക്കുന്നില്ല. എന്റെ ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂബിക്സ് ക്യൂബ് ഉണ്ടല്ലോ, ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ കൊണ്ട് തന്നാൽ ഞാൻ 30 മിനിറ്റ്, യെസ്, 1 മണിക്കൂർ 30 മിനിറ്റ്, ഓക്കെ, 30 മിനിറ്റ് കൊണ്ട് ശരിയാക്കുന്നു. 30 മിനിറ്റ് വരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. റൂബിക്സ് ക്യൂബ് 5 മിനിറ്റ്, യെസ്, അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. റൂബിക്സ് ക്യൂബ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ 6 വയസ്സും 7 വയസ്സുള്ള ചെറിയ പിള്ളേര് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ആ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. വിത്തിൻ 5 മിനിറ്റ്സ് പോലും ഇല്ല, 1 മിനിറ്റിലും എന്താ പറയുക 15 റൂബിക്സ് ക്യൂബ് എന്താ പറയുക സോൾവ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ട്. അവരൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ ആ ക്യൂബ് ജസ്റ്റ് ഒന്ന് നോക്കും. നോക്കി കഴിഞ്ഞതിന് ശേഷം എവിടേക്കാണ് എന്തൊക്കെ കളർ നോക്കിയ ശേഷം പിന്നെ ക്യൂബ് നോക്കാതെ ജസ്റ്റ് നേരെ എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടാണ് അവർ ആ സോണം സോൾവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഒരു 6 വയസ്സുകാരൻ അല്ലെങ്കിൽ 7 വയസ്സുകാരന് അത് സാധിക്കുമെങ്കിൽ, ഒരു 7 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് നമുക്ക് അരമണിക്കൂർ കൊണ്ടും 1 മണിക്കൂർ കൊണ്ടും ഒരു ദിവസം ഇട്ടിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല? ആ ഒരു 6 വയസ്സുകാരൻ 7 വയസ്സുകാരന്റെ ബുദ്ധി നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ചിന്തിച്ചു നോക്കൂ. റുബിക്സ് ക്യൂബ് സിമ്പിൾ ആണോ അതോ ബുദ്ധിമുട്ടാണോ? ഒരു 6 വയസ്സുകാരൻ ചെയ്യാൻ പറ്റുന്ന റുബിക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയതുകൊണ്ട് ആ വ്യക്തി ചെയ്യുന്നത്, അല്ലേ? സംഭവം സിമ്പിൾ ആണ്, പക്ഷെ എന്താണ്, അതിന് ചില റൂൾസും ആൻഡ് പാറ്റേൺസും ഉണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ റൂബിക്സ് ക്യൂബ് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. അതറിയാതെ നമ്മൾ എത്ര ഇതിന്റെ മേലെ തിരിച്ച് നിങ്ങൾ അരമണിക്കൂർ 1 മണിക്കൂർ ഒരു ദിവസം എടുത്ത് തിരിച്ചാലും ഈ സാധനം നിങ്ങൾ 3 ഭാഗം ശരിയാകുമ്പോൾ മറ്റേ 2 ഭാഗവും പോകും. നിങ്ങൾ 4 ഭാഗം ശരിയാവുമ്പോൾ 1 ഭാഗം പോകും. ആ 1 ഭാഗം ശരിയാക്കാൻ നോക്കുമ്പോൾ ബാക്കി 3 ഭാഗവും പോകും. ഇങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും. RCM എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റവും ഇതേപോലെ തന്നെയാണ്. ഇതിനകത്ത് ചില റൂൾസ് ആൻഡ് പാറ്റേൺസ് ഉണ്ട്. അതറിയുന്ന ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ തോതിലുള്ള എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും അവർക്ക് എടുക്കേണ്ടി വരില്ല. അവർ സിമ്പിളായിട്ട് RCM ജയിക്കും. പക്ഷേ ഈ സിസ്റ്റം അറിയാത്ത ആൾക്കാർ, സിസ്റ്റം എന്ന് പുള്ളി എഴുതിയതുകൊണ്ട് ഞാൻ സിസ്റ്റം തന്നെ പറഞ്ഞത്, ഇതിന്റെ മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് അറിയാത്ത ആൾക്കാർക്കാണ് ഇതിനകത്ത് വിജയിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്ത് വിജയിക്കുന്ന ആൾക്കാർ. സോ ആ ഒരു പാറ്റേൺ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ RCM ബിസിനസ്സിലേക്ക് നിങ്ങൾ നോക്കിയാൽ നമുക്ക് അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഗൾഫ് റിട്ടേൺസ് ഉണ്ട്. ഗൾഫിൽ ഓൾറെഡി നല്ല NF4 നോക്കുകയാണെങ്കിൽ ഓൾറെഡി നല്ല ജോബ് ഉണ്ടായിരുന്ന ആൾക്കാർ റിസൈൻ ചെയ്ത് വന്നവരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഒരുപാട് ഇഷ്ടം പോലെ വലിയ പ്രൊഫഷൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. എല്ലാ ആൾക്കാരും RCM എന്ന് പറഞ്ഞ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫീൽഡിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ RCMനകത്തേക്ക് വരുന്നു, വിജയിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ആരെങ്കിലും RCM വിജയിച്ചതിന് ശേഷം, ഒരു ഇൻകം ജനറേറ്റ് ആയതിനു ശേഷം RCM വിട്ട് വീണ്ടും വീണ്ടും ഡോക്ടർ പണിക്ക് പോവാണ് അല്ലെങ്കിൽ എഞ്ചിനീയർ പണിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും? അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വിജയിച്ച മുഴുവൻ ആൾക്കാർ എന്ത് ചെയ്യുന്നു, RCMലേക്ക് വരുന്നു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു പോകേണ്ടി വരില്ല. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ കാര്യം. മറ്റേത് ഇൻഡസ്ട്രിയിലും എന്താണ്, നമ്മൾ പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റിട്ടേൺ ഉണ്ടാവും. ഇതിനകത്ത് നിങ്ങൾ സക്സസ് ആവുക എന്നുള്ളത് നിങ്ങളുടെ എന്താ പറയുക ഓപ്ഷൻ അല്ല, അത് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താ, നിങ്ങൾക്ക് ഇതിനകത്ത് റിട്ടേൺ ബാക്ക് ഇല്ലാത്തൊരു എന്താ പറയുക വഴിയാണ് RCM എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഫെയിലിയർ ആണെന്നാണ് അർത്ഥം. കാരണം വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അത്രയും ഇൻകം ഉപയോഗിച്ച് ഇതിനകത്ത് വന്നിട്ട് അവർ പോകുന്നില്ലെങ്കിൽ, അത്ര വലിയ സക്സസിൽ നിന്ന് വരാത്ത ഞാൻ എന്തിന് ഈ സിസ്റ്റം വിട്ടു പോകണം? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ സിസ്റ്റത്തിനകത്തേക്ക് വന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് ഇത് തിരഞ്ഞെടുത്തതിന് നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്തിനാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അർജുൻ സാറും രാജൻ സാറും ഇവിടെ സുരാഗ് സാറടക്കം ഉള്ള ഒരുപാട് ലീഡർമാർ നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് ചെയ്തോട്ടെ, PPT ഷെയർ ഞാൻ ചെയ്യാം. ഇത് ആക്ച്വലി ഒരു വലിയ പ്രസന്റേഷൻ ആണ്. ഈ ഒരു വലിയ പ്രസന്റേഷനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഷെയർ ആക്കുന്നു. റൈറ്റ്, ഓക്കെ.
അർജുൻ സാർ ഷെയർ ആവുന്നില്ലേ PPT? വരുന്നുള്ളൂ സാർ. വരുന്നുള്ളൂ, കറങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. സോ ഞാൻ ഇതിനകത്ത് വരുന്ന സമയത്ത് ഞാൻ കണ്ട ചില എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഉണ്ട്. സാധാരണഗതിയിൽ എല്ലാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും നമുക്ക് പറയുന്ന കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യം, ദുബായിൽ നിന്നുള്ള ജോലി വിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടൊരു കാര്യം എന്താ, ഫസ്റ്റ് ഇത് ബെനിഫിറ്റ് ഞാൻ കണ്ടത് മന്ത്ലി ഇൻകം മൾട്ടിപ്ലിക്കേഷൻ. ഇന്ന് നമ്മൾ കമ്പനി പറയുന്നുണ്ട് 100% ഗ്രോത്ത്. 100% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം, ഇന്ന് ഈ മാസം നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ 100% നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മാസം കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടത് ഈ കമ്പനി ഇത് പറയുന്നതിന് എത്രയോ വർഷം മുമ്പ്, 8 വർഷം മുമ്പ് ഞാൻ കണ്ട കാര്യമാണ്. ഇതിനകത്ത് മറ്റെവിടെയും ഇല്ലാത്തൊരു സംഭവം എന്താണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ 100% ഗ്രോത്ത് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എനിക്ക് ഈ മാസം കിട്ടിയത് 5000 രൂപയാണെങ്കിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം എനിക്ക് 10,000-ലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനെന്താണ് കമ്പനി പറയുന്ന ആസ് പെർ പ്ലാൻ പ്രകാരമുള്ള അത്രയും PV എന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഇൻകം എനിക്ക് കിട്ടിയേ. മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇങ്ങനൊരു ഫെസിലിറ്റി ഇല്ല. ഇത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഒരു അടുത്ത മാസത്തേക്ക് എനിക്ക് ഇത്രയും രൂപ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന 2-3 മാസത്തിനുള്ളിൽ എനിക്ക് ഇത്രയും പൈസ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അത്രയും ആളുകളുടെ അടുത്ത് RCM പറയുകയും അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ 100% ആ ഇൻകം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഒരിക്കലും ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റില്ല. ഞാനൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് കിട്ടുന്ന സാലറി എത്ര വലുതാണെങ്കിലും അടുത്ത മാസം എനിക്ക് അതിന്റെ ഇരട്ടി വേണമെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ബട്ട് ഇതിനകത്ത് ആ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്, ബട്ട് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഒക്കെ ആളുകൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം അടുത്ത മാസം തന്നെ ഇരട്ടിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ബോധത്തോടു കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ RCM ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻകം 100% കിട്ടും. അതുകൊണ്ടാണ് കമ്പനി എന്ന് പറയുന്നത് 100% ഗ്രോത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഞാൻ ഇതിനകത്ത് കണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്താ വെച്ചാൽ, വി വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം വാട്ട് വി ഡു. നമ്മൾ ചെയ്ത കാര്യത്തിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു ഇൻഡസ്ട്രിയിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും എത്ര രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ എക്സ്ട്രാ ജോലി ചെയ്തതിന്റെ പേരിൽ എനിക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും കിട്ടാനൊന്നുമില്ല. ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടും, നല്ല ക്ലാപ്പ് കിട്ടും. പക്ഷെ അതിന്റെ പേരിൽ എന്തില്ല, എത്ര എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അതിന് പ്രത്യേകിച്ച് കിട്ടുന്ന ഇൻസെന്റീവ് ആണെങ്കിൽ പോലും തന്നെ അതിനൊരു പരിധിയുണ്ട്. കമ്പനി നിശ്ചയിച്ചതിന്റെ മേലെ എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ആ നിശ്ചയിച്ച ഒരു പരിധിക്ക് മേലെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതിനകത്ത് എന്താണ്, ഞാൻ കൂടുതൽ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ എനിക്ക് എത്ര ഇൻകം വേണമെങ്കിൽ ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. സത്യമല്ലേ? എനിക്ക് ഈ മാസം ഞാൻ കുറച്ചധികം ജോലി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മാസത്തെ എന്റെ ഇൻകം എനിക്ക് കൂടും. അത് ആർക്കും തടയാൻ വേണ്ടി സാധിക്കില്ല. എനിക്ക് എന്റെ ഇൻകത്തിന് മേലെ കൺട്രോൾ ആർക്കാണ്? എനിക്കാണ് കൺട്രോൾ. ഒരിക്കലും TCG പറയാൻ പോകുന്നില്ല, അയ്യോ നിങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞ മാസം വരെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയല്ലേ, ഇനിയിപ്പോ അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് എങ്ങനെയാ അത് 8 ലക്ഷം തരിക? ഞാൻ തരൂല എന്ന് പറയൂ TCG? ഒരിക്കലും തരില്ല. ഞാൻ അതിനുള്ള വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ടീമിന് അത്രയും ബിസിനസ് ഞാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകം എനിക്ക് കിട്ടും. സോ എനിക്ക് ഞാൻ ആരോടും ചോദിക്കാതെ, പല ആൾക്കാരും എന്താണ് ഇത് ചിന്തിക്കാതെയാണ് RCMൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു ജോബ് മെന്റാലിറ്റി നമ്മൾ പറയും. ജോബിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എത്ര പണിയെടുത്താലും എനിക്ക് കിട്ടാൻ പോകുന്ന സാലറി ഇത് തന്നെയാണെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ ആരും എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ തയ്യാറാവാറില്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മാസം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കണം. എക്സ്ട്രാ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് എന്താവും, നിങ്ങൾ വിചാരിച്ച ഡിസൈഡ് ഇൻകത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. സോ ഇത് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. മൂന്നാമത്തെ കാര്യം എന്താണ്, ടൈം കോമ്പൗണ്ടിങ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർ, നിങ്ങൾ ഏത് പ്രൊഫഷൻ നിങ്ങൾ എടുത്താലും 1 ലക്ഷം രൂപക്ക് മേലെ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, 1 ലക്ഷം രൂപക്ക് മേലെ ഇൻകം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ആ പ്രൊഫഷൻ ഒറ്റക്കായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. അദ്ദേഹത്തിന്റെ കൂടെ മിനിമം 5-6 അസിസ്റ്റൻസ്, അല്ലെങ്കിൽ സെയിം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് 10 പേര് പുള്ളിയുടെ കൂടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടർക്ക് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ഒറ്റക്കല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ 5-6 പേര് വേറെ ഉണ്ടാവും. ഒരു എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, അയാൾക്ക് 1 ലക്ഷം രൂപയാണ് അയാൾക്ക് കിട്ടുന്നതെങ്കിൽ ആ എഞ്ചിനീയറുടെ കൂടെ 10 ലോക്കൽ ചെറിയ ചോട്ടാ എഞ്ചിനീയർമാർ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും.
ഒരു ബാങ്ക് മാനേജർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് മാനേജറുടെ കൂടെ 10 എംപ്ലോയീസ് വേറെ ഒരേ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? അയാൾക്ക് ഈ പറഞ്ഞ 1 ലക്ഷം രൂപ കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരേ ഇന്റൻഷന് വേണ്ടി ഒരുപാട് പേര് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം, അതാണ് നമുക്ക് ടൈം കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ബട്ട് നോർമലി ടൈം കോമ്പൗണ്ടിങ് അവർക്ക് ഇൻകം 1 ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാർക്ക് ആര് പൈസ കൊടുക്കണം? നമ്മൾ പൈസ കൊടുക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കാശ് പോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വളരണമെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചെലവാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ ഈ ടൈം കോമ്പൗണ്ടിങ് നടക്കുള്ളൂ. ബട്ട് ഡയറക്ട് സെല്ലിംഗ്, ഇൻഡസ്ട്രിയൽ സെല്ലിംഗ്, RCM എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനകത്ത് 5 പൈസ ചെലവില്ലാതെ കോടിക്കണക്കിന് ആൾക്കാരാണ് ഒരേ ഇന്റൻഷനോട് കൂടി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇപ്പം മാസം RCM എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പരോക്ഷമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ശരിയാണ്, അവർ പ്രവർത്തിക്കുന്നത് രഞ്ജിത്ത് സാറിന് ഇൻകം കിട്ടട്ടെ എന്ന് വെച്ചിട്ടല്ല, അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ടൈം കോമ്പൗണ്ടിങ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ മാത്രമേ ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളൂ, വേറെ ഒരുമില്ല. ബാക്കി ഏത് സിസ്റ്റത്തിലും നമുക്ക് ടൈം കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇത് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പുണ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടൂ, അല്ലെങ്കിൽ ലോകത്ത് മറ്റാർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നില്ല. സോ ആ ഒരു പുണ്യം വേണമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ എന്ത് ചെയ്തത്, RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ആൻഡ് വേറൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിനു മുമ്പ് RCM-നകത്ത് പ്രസന്റേഷൻ കൊടുത്ത ആളോ അല്ലെങ്കിൽ മൈക്ക് പിടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആളോ അല്ല. ഞാൻ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ഒരു ജോബിൽ ഉണ്ടായിരുന്ന ആളാണ്. കോർപ്പറേറ്റ് കാര്യങ്ങളാണ് എനിക്കറിയാം. എനിക്കൊരിക്കലും 10 പേരുടെ മുമ്പിൽ സംസാരിക്കാന്ന് വെച്ചാൽ ഒരു 10 പേരുടെ എക്സിക്യൂട്ടീവ്സിന് മുമ്പിൽ സംസാരിക്കാന്നല്ലാതെ ജനറൽ ഓഡിയൻസിന്റെ മുമ്പിൽ സംസാരിക്കുന്ന കാര്യം എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഒരുപാട് ആയിരക്കണക്കിനും 10,000-കണക്കിനും ആളുകൾക്കുടെ മുമ്പിൽ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡു മിസ്റ്റേക്സ്. ഈ സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മിസ്റ്റേക്കുകൾ ചെയ്യാം. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്, ദെൻ റീസ്റ്റാർട്ട് എനി ടൈം. പല ആൾക്കാരും നമ്മുടെ RCM ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ചെയ്തു പോയി, എന്റെ ഭാഗത്ത് തെറ്റ് പറ്റി പോവും, മിസ്റ്റേക്ക് ആയി പോകുമെന്ന് പേടിച്ചിട്ടാണ്. നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യൂ. ഞാൻ പറയുന്നു, ഞാനാണ് എക്സാമ്പിൾ. ഞാൻ ഒരുപാട് മിസ്റ്റേക്ക്, എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്ത വ്യക്തിയാണ്. പലപ്പോഴും സംസാരിക്കുന്ന സമയത്തും പലപ്പോഴും RCM-നെ പറ്റി പറയുന്ന സമയത്തേക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്തുനിന്നും പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എന്താ ഞാൻ ചെയ്തത്, ലേൺ ഫ്രം ദാറ്റ് മിസ്റ്റേക്ക്. അതിൽ നിന്ന് എനിക്ക് ആ മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ ചെയ്തു, വീണ്ടും ആ മിസ്റ്റേക്ക് തിരുത്തിക്കൊണ്ട് ഞാൻ അത് റീസ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മിസ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് RCM പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുക, മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഒരു ധൈര്യം വന്നു, യെസ് എനിക്ക് RCM ചെയ്യാം. കാരണം എന്താ, ആരും എന്നെ ഇതിന്റെ പേര്, ഞാൻ ചെയ്ത മിസ്റ്റേക്കിന്റെ പേരിൽ ആരും എന്നെ കോർണർ ചെയ്യാൻ പോകുന്നില്ല, ആരും എന്നെ RCM നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് എനിക്ക് ചെയ്യാം. വേറൊരു കമ്പനിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം വലിയൊരു ഇൻകം കിട്ടുന്ന സമയത്ത് ഞാൻ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ മാസം എന്നെ പറഞ്ഞു വിടും. ഒരു പ്രാവശ്യം ശ്രമിക്കുമായിരിക്കും. പക്ഷെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വിടില്ല. എനിക്ക് എന്റെ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ എനിക്ക് ഇൻകം കൂടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ RCM ചെയ്യാൻ തീരുമാനിച്ചു. അടുത്തത് എന്താണ്, നമ്മൾ എവിടെ വീഴുന്നോ, നമുക്ക് പ്രശ്നം വരുന്ന സമയത്തൊന്നും ഞാൻ ഒറ്റക്കല്ല, എനിക്ക് അപ്ലയൻസ് ഉണ്ട്, എനിക്ക് മെന്റേഴ്സ് ഉണ്ട്. കാരണം എന്താണ്, നമ്മളെ മെന്റേഴ്സിനോടും അപ്ലയൻസിനോടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്ലൂസ് കിട്ടും ജയിക്കാനാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റേക്സ് നമുക്ക് ചെയ്യാമെന്ന്. ഈ മിസ്റ്റേക്കുകൾ എങ്ങനെയാ നമുക്ക് തിരുത്താൻ പറ്റുക, നമ്മുടെ കൂടെ ഇതിനു മുമ്പ് ജയിച്ചിട്ടുള്ള ആളുകളുടെ വഴി അവർ പറഞ്ഞു തരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി, ഇത് ഞാൻ പറഞ്ഞ ഒരു ക്ലാസ് അല്ല, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നു നിൽക്കുന്ന ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മെന്റേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കും. ഓൾവേസ് വെൻ വി ആർ ഇൻ ടച്ച്, നമ്മൾ ടച്ചിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ക്ലൂസ് കിട്ടും സക്സസ് ആവാൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ RCM ജോയിൻ ചെയ്ത കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എനിക്ക് തമിഴ്നാടാണ് എൻ്റെ ഏറ്റവും വലിയ വേറൊരു ടീമുണ്ട്. കേരളത്തിലല്ലാതെ എനിക്കുള്ള ടീം തമിഴ്നാട് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു ടീം എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഭയങ്കര എന്താ പറയാ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിക്കുന്ന ഒരു ടീമാണ് തമിഴ്നാട് ടീം. അപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സിസ്റ്റത്തിനകത്തേക്ക് വന്ന് ഞാനിത് തമിഴ്നാട് ടീമിനെ ഡീൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടി. എനിക്ക് പറ്റുന്നില്ല, ഒരു ഇത് മിസ്റ്റേക്ക് ആയി പോയോ, എനിക്ക് എന്നെ കൊണ്ട് ആവുന്നില്ലല്ലോ എന്നൊരു കണ്ടീഷനിലേക്ക് ഞാൻ വന്നു. ഈ ടൈമിൽ ഒരിക്കലും ഞാൻ നമ്മളെ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭട്ട് സാറിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, സാറേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, എന്നെ കൊണ്ട് ആവുന്നില്ല സർ, പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല, ഒരു പ്രശ്നം തീർക്കും മറ്റേ പ്രശ്നം. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഭട്ട് സാർ എന്നോടൊരു ഡയലോഗ് അടിച്ചു,
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു ആപ്തവാക്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യം, എന്റെ മനസ്സിൽ ഞാൻ എഴുതിയ കാര്യം. ആ ഒരു ഡയലോഗ് കാരണം ഇന്ന് എത്ര വലിയ പ്രശ്നം, ടെൻഷൻ RCMനകത്ത് വന്നാലും ഞാൻ ആ ഡയലോഗ് ആലോചിക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മാറും. എന്താണ് ആ ഡയലോഗ് എന്ന് അറിയുന്നത്? അർജുൻ സാറ് നിങ്ങളും കൂടി കേട്ടോ, നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരമുള്ള സാധനമാണ്. കാരണം നിങ്ങളും എന്നെ പോലെ തന്നെ വന്ന വ്യക്തിയാണല്ലോ. ഡയലോഗ് വളരെ സിമ്പിൾ ആണ്. സാറേ, ഇതിനാണ് നിങ്ങൾക്ക് പൈസ തരുന്നത്. വളരെ സിമ്പിൾ ഡയലോഗ്. നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഇൻകം കമ്പനി തരുന്നുണ്ടെങ്കിൽ ഇത്രയും അധികം മറ്റുള്ളവരെ, ഇപ്പൊ സാധാരണ ഒരു 5000 10,000 കിട്ടുന്ന ആളെ പോലെ അല്ല നമുക്ക് ലക്ഷങ്ങളാ തരുന്നത് അക്കൗണ്ടിൽ. ഈ പൈസ തരുന്നത് ഈ പണി ചെയ്യാൻ, അല്ലാതെ RCMന്റെ നല്ല പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിനാണ് സാറേ നമുക്ക് പൈസ തരുന്നത്. സിമ്പിൾ, കഴിഞ്ഞു. അതോടുകൂടി എന്റെ ടെൻഷനും പോയി, പ്രഷറും പോയി, എല്ലാം പോയി. ഞാൻ അപ്പോഴാണ് ശരിയാണല്ലോ, ഇത്രയും വലിയൊരു ഇൻകം ആണ് തരുന്നത്. ഈ ഇൻകം എന്തിനാ തരുന്നത്? ഇതുപോലെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് ഇൻകം തരും. ഇതുപോലും ചെയ്യാൻ പറ്റും. ഇത്രയും ഇൻകം കിട്ടിയിട്ട് ഈ പണി മാത്രമേ ചെയ്യേണ്ടൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ആരാ ഈ പണി ചെയ്യാത്ത? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ മെന്റേഴ്സിനോടും നമ്മുടെ ലീഡേഴ്സിനോടും സംസാരിക്കുമ്പോൾ, ഇത് ട്രെയിനിങ് അല്ല, ട്രെയിനിങ്ങിൽ തന്ന കാര്യമല്ല, നമ്മൾ പേഴ്സണലി സംസാരിക്കുക. പുള്ളി വളരെ രസകരമായി ജോയ്ഫുൾ ആയിട്ട് പറഞ്ഞൊരു കാര്യം. പക്ഷെ അത് ഇന്ന് വരെ കഴിഞ്ഞ 7 വർഷമായിട്ട് എന്റെ മനസ്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണ്. അത്രയും എന്ന് വെച്ചാൽ എന്റെ എല്ലാ ടെൻഷനും അത് ആലോചിക്കുമ്പോൾ മനസ്സിൽ നിന്ന് പോകും. സോ ഇതാണ് നമ്മളുടെ മെന്റേഴ്സ്, ആ സപ്പോർട്ട് നമ്മൾ എപ്പോഴും എടുക്കണം എന്ന് പറയുന്നത്. ആൻഡ് ഹൈ പ്രോബബിലിറ്റി ടു ബിക്കം എ ക്രോർപതി. ഇന്ന് ഞാൻ ഈ RCMനകത്തേക്ക് വരാനുണ്ടായ മറ്റൊരു ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കോടീശ്വരനാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം പ്രോബബിലിറ്റി ഉള്ളത് ഈ ഒരു സിസ്റ്റത്തിലാണ്. വന്ന എല്ലാ ആൾക്കാരും കോടീശ്വരനാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കോടീശ്വരനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെന്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം എന്താണ്? RCM എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യം, നിങ്ങൾ ഇപ്പൊ ഇത്രയും ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്, നിങ്ങളുടെ മനസ്സിലേക്ക് ലോകത്തുള്ള ഏറ്റവും വലിയൊരു കോടീശ്വരൻ നിങ്ങൾ മനസ്സിലാലോചിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ, നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയ കോടീശ്വരൻ ആലോചിച്ചോ നിങ്ങൾ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അയാൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? ഒരാൾ പോലും ചിന്തിച്ചൊരു വ്യക്തിയും ഒരു കമ്പനിയിലും എംപ്ലോയി അല്ല. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. നിങ്ങൾ എല്ലാ ആൾക്കാരും ഇപ്പൊ എത്ര നമ്മൾ ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ 1000 പേരുടെ ഗ്രൂപ്പാണെങ്കിലും 10,000 പേരുടെ ഗ്രൂപ്പാണെങ്കിലും ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി ആര് ചിന്തിച്ചാലും ആ വ്യക്തി, ആ ഒരു കോടീശ്വരൻ ഒരിക്കലും ആരായിരിക്കില്ല? ഒരു കമ്പനിയുടെയും എംപ്ലോയി ആയിരിക്കില്ല. അയാൾ സ്വന്തമായിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയായിരിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതായത് ഉദ്ദേശിച്ച് സ്വന്തം നെറ്റ്വർക്ക് ഉള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ ചിന്തിച്ച ആ കോടീശ്വരൻ. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇസ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ഇഫ് യു വാണ്ട് ടു ബിക്കം എ ക്രോർപതി. ഇത് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഞാൻ ചെയ്തത് ഈ സിസ്റ്റത്തിനകത്തേക്ക് വന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടി തന്നെ നിൽക്കണം. ഒരു കോടീശ്വരനാവാൻ വേണ്ടി തന്നെ RCM വർക്ക് ചെയ്യണം. നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി, അതിന്റെ മെനു കാർഡ് എടുത്തു. അവിടെ 10-25-ലധികം ഭക്ഷണങ്ങളുണ്ട്. ബിരിയാണി ഉണ്ട്, എന്താ പറയുക, മസാല ദോശയുണ്ട്, ചായയുണ്ട്, പുട്ടുണ്ട്, കടലയുണ്ട്, പിസ്തയുണ്ട്, പാസ്തയുണ്ട്, ഇതുപോലെ പല പല സാധനങ്ങളും ഉണ്ടെന്ന് വെച്ചോ. എല്ലാ സാധനത്തിനും ഒരേ വിലയാണ്, സെയിം പ്രൈസ് ആണ് എല്ലാ സാധനങ്ങൾക്കും. ചായക്കും കൊടുക്കേണ്ട പൈസ 200 രൂപയാണ്, ബിരിയാണിക്കും കൊടുക്കേണ്ട പൈസ 200 രൂപയാണ്, പാസ്തക്കും കൊടുക്കേണ്ട പൈസ, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും 200 രൂപയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ഒരിക്കലും 200 രൂപ കൊടുത്ത് ചായ കുടിക്കില്ല. നിങ്ങൾ അതിനകത്ത് തിരഞ്ഞെടുക്കുന്നത് അതിനകത്തുള്ള ഏറ്റവും വില കൂടിയ ഡിഷ് ഏതാണോ അതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെ? അതേപോലെ തന്നെ RCMനകത്തുള്ള ഏറ്റവും വില കൂടിയ ഡിഷാണ് ഇതിനകത്തൊരു കോടീശ്വരനാവാന്നുള്ളത്. സോ നിങ്ങൾ ഇതിനകത്ത് നിൽക്കുകയാണെന്ന്, കാരണം അതിന് നിങ്ങൾ കൊടുക്കേണ്ട വില എന്താണ്? സെയിമാ. RCMനകത്ത് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോടീശ്വരനാവാൻ പറ്റുമെങ്കിൽ കോടീശ്വരനാവാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ RCMന് പ്രവർത്തിക്കുക. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ ഇന്ന് RCMനകത്തുള്ള എന്താ, തീർച്ചയായിട്ടും RCMൽ കോടീശ്വരനാവണം എന്നുള്ള, എന്റെ മകൻ ഒരു കോടീശ്വരനാക്കി മാറ്റണം. ഞാൻ കോടീശ്വരനാവാം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാ, എന്റെ മകനെ ഒരു കോടീശ്വരൻ, എന്റെ മകളൊരു കോടീശ്വരനാക്കി മാറ്റണം എന്നുള്ള ലെവലിലാണ് ഞാൻ RCM വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ഇന്റൻഷൻ അത് തന്നെയായിരിക്കണം. അർജുൻ സാറ് സമയം കഴിഞ്ഞിട്ടില്ലല്ലോ, സമയം കഴിയുന്ന സമയത്തൊന്നും പറഞ്ഞേക്കട്ടോ, ഞാൻ നിർത്തും. ഓക്കെ റൈറ്റ്. സോ ഈ പറഞ്ഞ പോലെ കോടീശ്വരനാവാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? ഇതിനു വേണ്ടി നമുക്ക് എന്താ ഇപ്പൊ ഇത് മാത്രം വലിയ പണിയുള്ളത്? ഈ RCM എന്ന് പറഞ്ഞ സിസ്റ്റത്തിനകത്ത് കോടീശ്വരനാവാൻ നമുക്ക് ആകെപ്പാടെ 4 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ജസ്റ്റ് 4 തിങ്സ്. ഒന്ന്, മാസ്റ്റർ ഇൻ ബേസിക്സ്. ബേസിക്സ് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. RCMന്റെ പ്രൊഡക്റ്റ്, പ്രൊഫൈല്, പ്ലാന്, ഈ 3 സാധനവും മാറാത്ത സാധനമാണ്. RCM ബിസിനസ് രാജസ്ഥാനിലാണ് തുടങ്ങിയതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ രാജസ്ഥാനിൽ തന്നെയാണ്. അടുത്ത 15 വർഷം കഴിയുമ്പോൾ അത് ബീഹാറിലേക്കോ ഒറീസയിലേക്കോ കേരളയിലേക്കോ മാറൂല.
അത് ഒറ്റ പ്രാവശ്യം പഠിക്കേണ്ട കാര്യമാണ്. RCM ഓണർ TCG ആണെന്ന് പറഞ്ഞാൽ അത് എന്നും TCG ആണ്. അതിന് എത്ര വർഷം നമ്മുടെ മക്കളുടെ മക്കൾ RCM ചെയ്യുന്ന സമയത്തും ഇതിന്റെ ഓണർ TCG ആണ്. അതിലൊരു മാറ്റം വരാനില്ല. RCM പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് വുമണിലോ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് മെന്നിലോ അല്ലെങ്കിൽ ഗാമോറൈസോണിലോ ഉള്ള അതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ മാസം ഇതിന്റെ എക്സ്ട്രാ ഗുണങ്ങൾ കൂടുന്നൊന്നുമില്ല. 50 ന്യൂട്രിയൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ 50 ന്യൂട്രിയൻസേ ഉള്ളൂ. അത് പിന്നെ 51 54 അല്ലെങ്കിൽ 25 ആയിട്ട് കുറയോ കൂടുകയോ ഒന്നും ചെയ്തില്ല. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം. RCM പ്ലാന് നമ്മൾ RCM A ലെഗിലും B ലെഗിലും ഇത്ര വോളിയം വന്നു കഴിഞ്ഞാൽ ഈ പിൻ ലെവലും ഈ ഇൻകവും കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതിൽ മാറ്റം വരാനില്ല. RCM 1500 PVക്കും 2500 PVക്കും 5000 PVക്കും ഫ്രീ ഗുഡ്സ് കിട്ടുന്ന ഒറ്റ പ്രാവശ്യം പഠിക്കേണ്ടത്. പക്ഷെ ഇത് ഒരു പ്രാവശ്യം പഠിക്കണം എന്നുള്ള കാര്യം. ഈ ബേസിക്സ് നമുക്ക് അറിയാന്നുള്ളതാണ് ഒരു കോടീശ്വരനാവാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്? റിക്രൂട്ട്മെന്റ് സ്കിൽ. ഇതൊരു സ്കില്ലാണ്. നമ്മൾ ആളുകളെ എന്ത് ചെയ്യണം? RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്കില്ല് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതെന്ത് ചെയ്യണം? അത് നമ്മുടെ ആളുകളെ കണ്ട് നമ്മൾ പരിചയം കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്ന കാര്യം. കാരണം ഓരോ ഇൻഡിവിജ്വലും വേറെ വേറെയാണ്. ഒരിക്കലും ഒരു ഡോക്ടർ എടുത്ത് സംസാരിക്കുന്നത് പോലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ RCM ജോയിൻ ചെയ്യില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോട് സംസാരിക്കുന്നത് പോലെ ഒരു ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞാലും അദ്ദേഹം RCM ജോയിൻ ചെയ്യില്ല. സോ ഓരോ വ്യക്തിയുടെ അടുത്തും എങ്ങനെ RCM സംസാരിക്കണം, എങ്ങനെ ജോയിൻ ചെയ്യണം, റിക്രൂട്ട്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അത് നിങ്ങൾ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്റേക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇത് രണ്ടും പറയുന്നത് വെച്ചാൽ RCM ബേസിക് അറിഞ്ഞ് മിസ്റ്റേക്സ് ചെയ്തുകൊണ്ട് RCM പഠിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അത്തരം ആളുകളുടെ ഒരു നിര നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേഷൻ നടത്തുക. ഈ പറഞ്ഞ കാര്യം ബേസിക്സ് അറിയുന്ന ആൾക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ നടത്തുക. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടതാണ് 100% സ്ട്രോങ് ഡിസയർ ഉണ്ടാവുക. ഇത് ഞാൻ ചെയ്യും, ഇതെനിക്ക് ചെയ്യണം എന്നുള്ള ഡിസയർ ഉണ്ടാവുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ കോടീശ്വരനാണ്. ഒരു ഡൗട്ടും വേണ്ട. ഇത്രയും കാര്യം വേണ്ടി. ഇത് കൂടുതലൊന്നും നമുക്ക് വേണം. വെരി വെരി സിമ്പിൾ തിങ്. ഒരു കോടീശ്വരനാവാൻ വേണ്ടി മാസം കോടിക്കണക്കിന് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്ര പോലും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഐ മീൻ നിങ്ങൾക്കല്ല, നമുക്ക് ഇത്ര പോലും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇൻക്ലൂഡിങ് മീ. ഞാൻ കൂടി ചെയ്യേണ്ട കാര്യമാണ്. എവരിബഡി. RCMനകത്തുള്ള റൂബി ആയിക്കോട്ടെ, ഡയമണ്ട് ആയിക്കോട്ടെ, ഡയമണ്ട് സുരേന്ദ്ര സാർ സ്റ്റിൽ ഡൂയിങ് തിങ്സ്. അദ്ദേഹം പഠിക്കുന്നു, അദ്ദേഹം ആൾക്കാരെ ജോയിൻ ചെയ്യുന്നു, അദ്ദേഹം പുതിയ ലെഗ് ഉണ്ടാക്കുന്നു, ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ എവരിബഡി. ഇറ്റ്സ് നോട്ട് ലൈക്ക് പുതിയ ആൾക്കാർക്കോ ഒരു ഓപ്പണർക്കോ ഉള്ള കാര്യമല്ല. സോ ഇതുപോലും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ? വി ഹാവ് ടു ഡു ദാറ്റ്. നമ്മളത് ചെയ്തേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. സോ ഇതാണ് നമ്മൾ. പക്ഷെ ഇപ്പോഴും നമ്മൾ പലരും ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഇപ്പോഴും ആൾക്കാർ RCM ഇപ്പൊ ഓപ്പണറിന്റെ ആൾക്കാരുണ്ട്, RCM പറ്റി അറിഞ്ഞ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും RCM നമ്മൾ വിചാരിച്ച പോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രസന്റേഷൻ ആണ് ഇത്. ഈ സ്ലൈഡോട് കൂടി ഞാൻ നിർത്തും, പഠിക്കണ്ട. എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് അറിയോ? പല ആൾക്കാരും പറയും, സാറേ എനിക്ക് RCM അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ RCM ചെയ്യാത്തത്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ RCM ചെയ്യാത്തതിന് കാരണം നിങ്ങൾ RCM അറിയാത്തത് കൊണ്ടല്ല. നിങ്ങൾക്ക് RCM അറിയാത്തത് നിങ്ങൾ RCM ചെയ്യാത്തതുകൊണ്ട്. ടു നോ RCM, ഡു RCM. നമുക്ക് RCM അറിയാത്തത് കൊണ്ട് RCM ചെയ്യാത്തതല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് RCM അറിയാത്തത്? നിങ്ങൾ RCM ചെയ്യാത്തതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഡ്രൈവിംഗ്. എത്രയോ ഈ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകളുടെ ഇടയിൽ എത്ര ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇപ്പം വണ്ടി എടുത്ത് തന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പുറത്തു പോകാൻ സാധിക്കില്ല, റോഡിലൂടെ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള എത്ര ആൾക്കാരുണ്ടോ? മെജോറിറ്റി ആൾക്കാർ ഞാൻ പറയുന്നു ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ള ആൾക്കാരെ. എന്തുകൊണ്ടാണ് അറിയാത്തത്? കാരണം അവർ ഓടിച്ചിട്ടില്ല. വണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കലല്ലല്ലോ വണ്ടി ഓടിക്കല്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയൂ. അതർവൈസ് ഡ്രൈവിംഗ് ലൈസൻസ് യൂസ്ലെസ് ആണ്, അല്ലേ? നമ്മൾ പല ആളുകളും RCM ബിസിനസ്സിനകത്ത് എൻട്രി എടുക്കുന്നു. ബട്ട് നിങ്ങൾ ആളുകളുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ RCM പഠിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും RCM ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കാൻ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആ മോട്ടിവേഷൻ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആക്സിലേറ്ററിന് പകരം നമ്മൾ എന്താ പറയാ ക്ലച്ച് അമർത്തും, ക്ലച്ചിന് പകരം നമ്മൾ ബ്രേക്ക് അമർത്തും. വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്തെന്ന് ചാടി മുമ്പോട്ട് വന്ന് നിൽക്കും. നമ്മൾ ഏതെങ്കിലും സ്ലോപ്പിൽ പോയിട്ട് വണ്ടി നിന്നിട്ട് വണ്ടി ഓഫായി പോകും. ബാക്കിൽ ബസ് വന്ന് നിൽക്കുന്നുണ്ടാവും. വണ്ടി ബാക്കോട്ട് ആവാതെ മുമ്പോട്ടേക്ക് എടുക്കണം. ഇത്തരം കൺഫ്യൂഷനിലൂടെ പോവാത്ത ഒരാൾ പോലും ഡ്രൈവിംഗ് പഠിച്ചിട്ട് കാർ ഓടിച്ചിട്ടുണ്ടാവില്ല. സത്യമല്ലേ? ഈ പറഞ്ഞ സിറ്റുവേഷൻ എല്ലാ ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡ്രൈവർ ആവാൻ പറ്റൂ. ഇപ്പൊ നല്ലൊരു ഡ്രൈവർ ഓടിച്ച് നമുക്ക് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ, നമ്മൾ നമ്മൾ ഉറങ്ങിക്കൊണ്ട് പോലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് പോലും കിലോമീറ്ററോളം നമ്മൾ കാർ ഓടിക്കും. നമ്മൾ ഉറങ്ങിപ്പോലും നമ്മൾ വണ്ടി ഓടിക്കും. നമ്മൾ ഇത്രയും ഞാൻ ഉറങ്ങിപ്പോയാലും ഈശ്വര ഇത്രയും ദൂരം നിന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചില്ലേ?
അതേപോലെ തന്നെയാണ് RCM-നകത്തും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലച്ചിന് പകരം ഗിയറിന് പകരം ബ്രേക്ക് ഒക്കെ നമ്മൾ ചവിട്ടിപ്പോവും. ഇടയ്ക്ക് വണ്ടി ഒന്ന് ചാടി മുമ്പോട്ട് പോയി നിൽക്കും. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും സ്ലോപ്പിൽ പോയിട്ട് ബാക്കോട്ട് പോകാണ്ട് മുമ്പോട്ട് പോകേണ്ട ഗതികേട് നമുക്ക് വരും. ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉറങ്ങിക്കൊണ്ട് നമുക്ക് കാർ ഓടിക്കാൻ പറ്റുന്ന പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരണമെങ്കിൽ ഈ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയേ പറ്റൂ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടു ഡു RCM, ടു നോ RCM, യു ഡു RCM. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രസ്ഥാനം അറിയാൻ വേണ്ടി സാധിക്കില്ല. റിപ്പീറ്റ്, ഇംപ്രൂവ് ആൻഡ് ബി കൺസിസ്റ്റന്റ്. ഇതിനകത്ത് നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ കാര്യങ്ങൾ റിപ്പീറ്റ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്യുക? നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒരിക്കലും ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. നിങ്ങൾ എന്തിനാണ്? നിങ്ങളെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ബി കൺസിസ്റ്റന്റ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇംപ്രൂവ്മെന്റ് ഒരു മാസത്തിൽ കുറച്ച് ദിവസം ചെയ്തു, കുറച്ച് ദിവസം ചെയ്തില്ല, അല്ലെങ്കിൽ മാസത്തിൽ ഒരു മാസം ചെയ്തു, അടുത്ത മാസം ചെയ്തില്ല, ഇങ്ങനെയാവാൻ പാടില്ല. കൺസിസ്റ്റന്റ് ആയിരിക്കണം. ബിക്കോസ് കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ പെർഫെക്ഷൻ. പല ആൾക്കാരും എന്താണ്, ഞാനിത് മുഴുവൻ പഠിച്ചിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ. അയ്യോ, എനിക്ക് ന്യൂട്രിചാർജിനെ പറ്റി പറയാൻ അറിയില്ല, അല്ലെങ്കിൽ പ്ലാൻ എനിക്ക് അത്ര നന്നായിട്ട് പറയാൻ അറിയില്ല, അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുഴുവൻ പെർഫെക്റ്റ് ആയതിനു ശേഷം ചെയ്യാന്ന് വിചാരിക്കരുത്. യു സ്റ്റാർട്ട് വിത്ത് പെർഫെക്ഷൻ ഇല്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ പെർഫെക്ഷൻ. പെർഫെക്ഷനോട് കൂടി ഒരു വ്യക്തി മാസത്തിൽ 10 ദിവസം RCM ചെയ്യുന്നു, അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ലാതെ ബേസിക് ഐഡിയ വെച്ച് ഡെയിലി ഒരു വ്യക്തി RCM എല്ലാവരോടും പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം, എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ബേസിക് മാത്രം അറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തി പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്ന വ്യക്തിനേക്കാളും സക്സസ്ഫുൾ ആവും. പിൻ ലെവല്, ഇൻകം ഒക്കെ വരെ എന്താണ്? പെർഫെക്ഷൻ ഇല്ലാതെ ബേസിക് മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. സോ നിങ്ങളും എന്താ ചെയ്യേണ്ടത്? ഇത് എല്ലാത്തിലും അപ്ലിക്കബിൾ ആണ്. നിങ്ങളിപ്പോ നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്ന് വെച്ചാലും, നിങ്ങൾ എക്സസൈസ് നോക്കുകയാണെന്ന് വെച്ചാലും, ഡയറ്റ് പ്ലാൻ നോക്കുകയാണെന്ന് വെച്ചാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പെർഫെക്റ്റ് ടൈമും പെർഫെക്ഷനും നോക്കി നിൽക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് ഈ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. പെർഫെക്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, സോ കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് ബി കൺസിസ്റ്റന്റ്. നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ മോട്ടിവേഷൻ. ഇത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പല ആൾക്കാരും എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിജിത് സാറിന്റെ പ്രോഗ്രാം ഭയങ്കര മോട്ടിവേറ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരെ പോയി സംസാരിക്കാനും അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണ്? നിങ്ങൾക്ക് ബേസിക് നോളജ് വേണം. നോളജ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ദാൻ മോട്ടിവേഷൻ. കാരണം എന്താണെന്ന് അറിയോ? പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു വലിയ മീറ്റിംഗിൽ ഗോകുമാർ സാറോ അല്ലെങ്കിൽ വലിയ ലീഡേഴ്സ് സംസാരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 4-5 പേരെടുത്ത് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരാളെടുത്ത് നമ്മൾ പോയിട്ട് ഫസ്റ്റ് നമ്മൾ ആരുടെയൊക്കെ പോയി കാണാം? നമുക്ക് ഏറ്റവും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളടുത്ത് പോയിട്ട് RCM പറയാം. അയാൾ എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ട് 4 ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോംബ് ഇപ്പം തന്നെ പൊട്ടിപ്പോകും. കാരണം നമുക്ക് തിരിച്ചു പറയാൻ നമ്മുടെ അടുത്ത് നോളജ് ഇല്ല. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? നമ്മൾ വിചാരിക്കും, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല, പിന്നെ എങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളടുത്ത് RCM പറഞ്ഞാൽ ജയിക്കാന്ന് വിചാരിക്കും. സത്യം പ്രശ്നം എവിടെയായിരുന്നു? ആ മോട്ടിവേഷന്റെ പുറത്ത് നമ്മൾ പോയി സംസാരിച്ചത് കൊണ്ടാണ് ആ നഷ്ടം നമുക്ക് വന്നത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് RCM-നെ പറ്റി അറിയാവുന്ന ഒരാളടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീഡറെ വെച്ച് നിങ്ങൾ തുടക്കത്തിൽ സംസാരിപ്പിച്ച് പഠിച്ചുകൊണ്ട് പിന്നീടാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയത്. സോ നമ്മൾ എന്ത് ചെയ്തു? ആ മോട്ടിവേഷൻ മാത്രം കൊണ്ട് എന്ത് ചെയ്തു? RCM ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടാണ് മോട്ടിവേഷൻ അല്ല, നമുക്ക് മോട്ടിവേഷൻ വേണം, ബട്ട് നോളജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മോട്ടിവേഷൻ. കാരണം എന്താണ്? നോളജ് വിത്തൗട്ട് ആക്ഷൻ ഈസ് യൂസ്ലെസ്. നിങ്ങൾക്ക് RCM ചെയ്യാൻ അറിയാം, ഒരുപാട് പേരെടുത്ത് സംസാരിക്കാൻ അറിയാം, പ്രൊഡക്റ്റ് അറിയാം, എല്ലാം അറിയാം, പക്ഷെ നിങ്ങൾ ആരും കാണുന്നില്ലെങ്കിൽ എന്താണ്? ആ നോളജ് നിങ്ങൾക്ക് യൂസ്ലെസ് ആണ്. ബട്ട് ആക്ഷൻ വിത്തൗട്ട് നോളജ് ഈസ് ഡേഞ്ചറസ്. നിങ്ങൾ എന്താണ്? നോളജ് ഇല്ലാതെ നിങ്ങൾ ആൾക്കാരെടുത്ത് പോയിട്ട് നമ്മളെ ന്യൂട്രീഷൻ സപ്ലിമെന്റിനെ പറ്റി സംസാരിക്കുക, RCM-നെ പറ്റി സംസാരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നാളെ RCM-ലേക്ക് ചിലപ്പം ആ വ്യക്തി വരാൻ പോകുന്ന വ്യക്തിയെ പോലും നിങ്ങളുടെ ഒരു സംസാരം കാരണം എന്തുണ്ടാവും? ആ വ്യക്തി നാളെ RCM ജോയിൻ ചെയ്യാതെയാവും. കാരണം എന്താണ്? നമുക്ക് നോളജ് ഇല്ലാതെ സംസാരിച്ചത് കൊണ്ട്. നമ്മൾ കാറിന്റെ കാര്യം പിന്നെ വീണ്ടും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് മോട്ടിവേഷന്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം? കാറിന് പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റും. പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോളജ് വേണം. നോളജ് ഇല്ലാതെ നിങ്ങൾ കാർ ഓടിക്കാൻ ശ്രമിച്ചാൽ, മോട്ടിവേഷന്റെ പുറത്ത് കാർ ഓടിക്കാൻ ശ്രമിച്ചാൽ ആക്സിഡന്റ് ഉണ്ടാവും. അത് നിങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കും, മുമ്പിലുള്ള ആൾക്കാരെയും ഡാമേജ് ഉണ്ടാക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? നോളജ് നമുക്ക് നിർബന്ധമാണ് മോട്ടിവേഷന്റെ കൂടെ തന്നെ. ആൻഡ് നോ കമ്മിറ്റ്മെന്റ് ഈസ് ബെറ്റർ ദാൻ റോങ് കമ്മിറ്റ്മെന്റ്. നെവർ ഗിവ് എനി റോങ് കമ്മിറ്റ്മെന്റ് ടു എനിബഡി. നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് നമ്മളിപ്പം ഒരുപാട് ഓപ്പൺ ആൻഡ് ഡബിൾ ലീഡേഴ്സ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ ടീമിൽ ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ ആൾക്കാർ ജോലി ചെയ്യാത്തതിന്റെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെ പറ്റി ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും ആളുകളെ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു വളരെ മോശമായിട്ടുള്ള റോങ് ആയിട്ട് കമ്മിറ്റ്മെന്റ് ആണ്, സാറേ നിങ്ങൾ ഇതിൽ ഒന്നും ചെയ്യണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ജോയിനിങ് മാത്രം ചെയ്താൽ മതി. ഒരുപാട് പേര് പറയുന്ന
ഒരു റോങ് കമ്മിറ്റ്മെന്റ് ആണ്. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ നിങ്ങൾക്ക് നോക്കാൻ പറ്റുക? അങ്ങനെ വേറൊരാള് ഞാൻ വിചാരിക്കാതെ എന്നെ സക്സസ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിക്കുക? അതിന് ഞാൻ വിചാരിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു നിങ്ങളുടെ ഒരു ലെഗ് ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ഇത്തരം റോങ് കമ്മിറ്റ്മെന്റ് കൂടി നിങ്ങൾക്ക് എന്ത് പറയാം? സർ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകും, അടുത്ത 4 സ്റ്റെപ്പ് ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾ അടുത്തൊരു 2 സ്റ്റെപ്പ് മുമ്പോട്ട് പോകും, അടുത്ത 6 സ്റ്റെപ്പ് ഞാൻ കൊണ്ടുപോകാം. ഇത് നിങ്ങൾ കമ്മിറ്റ് ചെയ്യാം. പക്ഷെ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ആര് ചെയ്യണം? അവരെടുക്കണം. അല്ലാതെ നിങ്ങൾ അവരെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ റോങ് കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങൾ ഒരാളെ ആർസിഎമ്മിൽ കൊണ്ടുവന്നാൽ അയാളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റിയുടെ വലിയൊരു പ്രളയം തന്നെ ഉണ്ടായാൽ പോലും അയാൾ നോക്കില്ല, അയാൾ തൊടില്ല. കാരണം എന്താ? അയാളടുത്ത് നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെന്തിനാ അയാൾ നോക്കുന്നത്? എന്റെ മുമ്പിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യില്ല. കാരണം എന്താ? എന്റെ അടുത്ത് ഒരാൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അയാൾ അത് ചെയ്തു തരുന്നു. പിന്നെന്തിനാ? അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ പണിയാണ്, എന്റെ പണിയല്ല. സോ നെവർ ഗിവ് എനി റോങ് കമ്മിറ്റ്മെന്റ്. നോ കമ്മിറ്റ്മെന്റ് ഈസ് ബെറ്റർ ദാൻ റോങ് കമ്മിറ്റ്മെന്റ്. നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ ഒരാളെ ജോയിൻ ചെയ്യിക്കൂ, അത് വരെ നല്ലതാ. കാരണം എന്താ? നാളെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അയാള് ചെയ്തു തുടങ്ങും. മേ ബി നമ്മൾ വിചാരിച്ച സ്പീഡ് ചെയ്തിട്ടില്ലെങ്കിലും. പക്ഷെ നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾ എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല. സോ റോങ് കമ്മിറ്റ്മെന്റ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അടുത്ത എന്താണ്? വർക്ക് ഇൻ ഓർഗനൈസ്ഡ് വേ. ഗോ ത്രൂ ദ പ്രോസസ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, RCM എങ്ങനെയെങ്കിലും ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല. നിങ്ങളുടെ ഒരു CBSE സ്കൂൾ എടുത്തോളൂ. നിങ്ങളുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ CBSE പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവും. എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കുന്ന CBSE ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇത് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഇതിലാണ്, സിലബസിലാണ് എല്ലാ ആൾക്കാരും പഠിപ്പിക്കുന്നത്. പക്ഷെ ചില സ്കൂളുകളുടെ സക്സസ് റേറ്റ് ഭയങ്കര അധികമായിരിക്കും. ചില സ്കൂളുകളിൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് സക്സസ് റേറ്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അവരുടെ പഠിപ്പിക്കുന്ന എന്ന് വെച്ചാൽ എന്താണോ ആ സ്കൂൾ പഠിപ്പിക്കുന്നതെന്നല്ല, എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതിനാണ് കാര്യം. നിങ്ങൾ RCM ചെയ്യുന്ന സമയത്തും ഇന്ത്യയിലെ കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരേ പ്ലാനും പ്രൊഫൈലും പ്രൊഡക്റ്റും ആണുള്ളത്. ബട്ട് ആരാണോ ഓർഗനൈസ്ഡ് വേയിൽ RCM ചെയ്യുന്നത് അവർക്കാണ് സക്സസ് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർഗനൈസ്ഡ് വേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ RCM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വളരെ വലിയ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ തന്നെ നിങ്ങളുടെ സക്സസ് റേറ്റിന് 70% വന്നു. ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ഹൗ യു ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് RCM ബിസിനസ്, ഹൗ യു ആർ എക്സ്പ്ലെയിനിങ് ദ പ്രൊഡക്റ്റ്. അതിനുശേഷം നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എത്രമാത്രം നിങ്ങൾ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നു മീൻസ് നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, നിങ്ങൾ ആരെയാണ്, നിങ്ങളുടെ ലീഡർമാര്, നിങ്ങളുടെ കൊളീഗ്സ്, ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാർ ഇത് ബാധകമാണ്. ഒരു ടീമാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾ ആരുടെ മീറ്റിങ്ങിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ശരിക്കും എന്താ പറയാ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു അതോ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു? ഇതെല്ലാം ഇതിന് ബാധിക്കുന്ന കാര്യമാണ്. ഒരൊറ്റ മീറ്റിംഗ് കാരണം എന്താ പറയാ, സിസ്റ്റം വിട്ടു പോയി എത്രയോ ആൾക്കാരുണ്ട്, അയാൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ പറഞ്ഞ കാര്യം, ഇതൊരു ഓർഗനൈസ്ഡ് വേയിൽ കൊണ്ടുപോകണം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് കഴിഞ്ഞ് പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് മോഡലിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് വിടില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ആൻഡ് അസസ്, എത്രമാത്രം അവിടെ ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് വേയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വലിയ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ ഒരേ RCM നമ്മൾ നമ്മുടെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സക്സസ് ഉണ്ടാകാൻ വേണ്ടി സാധിക്കില്ല. ആൻഡ് വർക്ക് വിത്ത് ദ നെറ്റ്വർക്ക്. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വന്നിട്ടുള്ളത് ആളുകളെ പോയി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളൊരു നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ലിസ്റ്റ് വേണം. നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ആരെയാണ് പോയി കാണേണ്ടത്, ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഹോട്ട് ലിസ്റ്റും കോൾഡ് ലിസ്റ്റും ഒക്കെ ഉണ്ട്. ഈ ലിസ്റ്റിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെറ്റ്വർക്കർ ആവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നെറ്റ്വർക്കർ ആയിട്ടില്ല. എന്നാണോ നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിന്റെ മെജോറിറ്റി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ ലിസ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ ലിസ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ ഒരു നെറ്റ്വർക്കറായി മാറുന്നത്. സോ ഡു നെറ്റ്വർക്കിംഗ്. നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. അത് കൂടാതെ നിങ്ങൾ നെറ്റ്വർക്കർ ആവുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ലിസ്റ്റിലുള്ള ഒരാളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ഓൺലി യു ബിക്കം എ നെറ്റ്വർക്കർ. സോ ആ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ ആ നെറ്റ് ലിസ്റ്റിലേക്ക് എത്താൻ, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ലിസ്റ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള വർക്ക് നിങ്ങൾ ചെയ്യണം. ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം RCM എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ആൻഡ് ലവ് ദ പ്രോസസ്, നോട്ട് ദ ഡെസ്റ്റിനേഷൻ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല,
ഇന്ന് RCMനകത്ത് വലിയ സക്സസ് എത്തിയിട്ടുള്ള ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാർ ആയിക്കോട്ടെ, CR മൂർത്തി സാർ ആയിക്കോട്ടെ, എല്ലാ ലീഡർമാരും, ഗോകുമാർ സാറ്, സുജിത് സാറ്, നമ്മൾ ബീനു സാർ, വലിയ ലീഡേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാരിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും തന്നെ അവരുടെ പിൻ ലെവലിന് വേണ്ടിയിട്ടോ ഇൻകത്തിന് വേണ്ടിയിട്ടോ അല്ല RCM ചെയ്തത്. അവർക്ക് RCMന്റെ ഈ പ്രോസസ്സിനോടുള്ള ഇഷ്ടം കാരണം അവർ RCM ചെയ്തത്. വട്ട് സാറിന് ഇന്ന് കോടിക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്, ഡയമണ്ടുമായി. ഇനി എന്തിനാ പുള്ളി RCM ചെയ്യേണ്ട ആവശ്യം? പുള്ളിക്ക് അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാസം കിട്ടുന്ന പൈസ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് എത്ര കാശ് കിട്ടും? പക്ഷെ പുള്ളി ഹി ലവ്സ് ദ പ്രോസസ്. നമ്മൾ ഒരു പിൻ ലെവലിനെയോ ഇൻകത്തിനെയോ ആഗ്രഹിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഈ പിൻ ലെവൽ കിട്ടാൻ അല്ലെങ്കിൽ ആ ഇൻകം എത്താൻ വേണ്ടി ലേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. കാരണം എന്താ? നമ്മൾ സ്നേഹിക്കുന്നത് ആ പിൻ ലെവലിന്, നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ പിൻ ലെവലിനും ഇൻകത്തിനും വേണ്ടിയിട്ടാണ്. അത് വരാതെയാകുമ്പോൾ നമുക്ക് എന്തായി? നമുക്ക് ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് വിഷമം വരും. നമുക്ക് ഇതിൽ വിട്ടു പോകാൻ വേണ്ടി നമുക്ക് കൂടുതൽ ടെംപ്റ്റേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, വേറൊരു പ്രശ്നം, നമ്മൾ ആഗ്രഹിച്ചത് ഇൻകം ലെവലിൽ അല്ലെങ്കിൽ ഒരു പിൻ ലെവലിൽ വന്നതിന് ശേഷം മുമ്പോട്ടുള്ള യാത്രയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നു, ഞാനിപ്പോ ഓൾറെഡി റൂബി ആയില്ലേ, ഇനിയിപ്പൊക്കെ മതി, ഇപ്പൊ കിട്ടുന്ന ഇൻകത്തിൽ ഓക്കെ ആണ്, നമുക്കൊരു ചിന്ത വരും. കാരണം എന്താ? ഞാൻ ആഗ്രഹിച്ചത് റൂബി ആവാനും ആ ഒരു ഇൻകത്തിനുമാണ്. പിന്നീടുള്ള കഥ നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ പ്രോസസ്സിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ, നിങ്ങൾ ഡയമണ്ട് അല്ല RCMനകത്ത് ഒരു പുതിയ പിന്ന് നിങ്ങളുടെ തേടി നിങ്ങൾക്ക് എത്തും. കാരണം നിങ്ങൾ എന്താണ്? കാരണം RCMൽ മാത്രമേ എനിക്കിത് പ്രോസസ്സിന് സ്നേഹിക്കാൻ പറയാൻ പറ്റൂ. കാരണം എന്താണ്? ലോക ജനതയ്ക്ക് മുഴുവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ RCMലൂടെ ചെയ്യുന്നുള്ളൂ. സോ ഡു ഇറ്റ് ആസ് എ പാഷൻ. ഒരു പാഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? RCM ചെയ്യുക. ആ പ്രോസസ്സിനെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ തോട്ട് അബൌട്ട് യുവർ സക്സസ്ഫുൾ ലൈഫ് ഈസ് എന്റർടൈനിങ്, ബട്ട് ദ പ്രോസസ് ഈസ് ലെങ്തി ആൻഡ് ഹാർഡ്. നമ്മളൊരു വലിയ സക്സസ്സിൽ എത്തുന്നതും ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ചിന്തിക്കുന്നതും വളരെ രസമുള്ള കാര്യമാണ്. പക്ഷെ ആ പ്രോസസ് എന്ന് പറയുന്നത് അല്പം ലെങ്തി ഉള്ളതാണ്, അതേപോലെ തന്നെ ഹാർഡാണ്. നിങ്ങളുടെ ചിന്ത അതിന് മാത്രം ഒരു കോടീശ്വരനാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ. പക്ഷെ അത് നമുക്ക് എളുപ്പം എങ്ങനെയാക്കാം? മേക്ക് ഇറ്റ് ഈസി ബൈ ഇൻവെസ്റ്റിംഗ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ടീമിലോ RCMലോ അല്ല, നിങ്ങൾ നിങ്ങളുടെ മേലാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ എത്രമാത്രം ഇമ്പ്രൂവ് ആവുന്നു, നിങ്ങളുടെ ക്വാളിറ്റി എത്രമാത്രം ഇമ്പ്രൂവ് ആവുന്നു, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടീമിന്റെ ക്വാളിറ്റി കൂടും, നിങ്ങളുടെ ബിസിനസ് എന്താ പറയുക ക്വാണ്ടിറ്റി കൂടും, നിങ്ങളുടെ വോളിയം കൂടും. എല്ലാം നിങ്ങളുടെ മേലെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാതെ, നിങ്ങൾ ചേഞ്ച് ആവാതെ, നിങ്ങളെ ചലഞ്ച് ചെയ്യാതെ, വെൻ യു ചലഞ്ച് യുവർ സെൽഫ് ദെൻ ഓൺലി യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. വെൻ യു ചലഞ്ച് യുവർ സെൽഫ് ദെൻ ഓൺലി യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. വെൻ യു ചലഞ്ച് യുവർ സെൽഫ് ദെൻ ഓൺലി യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ചലഞ്ച് ചെയ്യാതെ നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ബിസിനസ്സിലോ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ മേൽ തന്നെയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഫ്ലൈറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് ഒരു മെസ്സേജ് ഫസ്റ്റ് ടൈം നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടും. എന്താണ്? വെൻ യു ഫ്ലൈ ഓൺ എൻ എയർപ്ലെയിൻ ദ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇൻസ്ട്രക്ട് യു ടു പുട്ട് യുവർ ഓക്സിജൻ മാസ്ക് ഓൺ ഫസ്റ്റ് बिफोर हेल्पिंग अदर्स. अंदर वो एयर के दबाव कम होने पर ऑक्सीजन मास्क ऑटोमेटिकली आ जाएगा और पहले आप यूज करो, उसके बाद दूसरे को. എന്നുവെച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ ഉള്ളിൽ പ്രഷർ കുറയുന്ന സമയത്ത് ഓക്സിജൻ മാസ്ക് തനിയെ താഴോട്ട് വരും. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ആ മെസ്സേജ് വരും. അപ്പൊ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഉപയോഗിക്കൂ, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആളെ ഹെൽപ്പ് ചെയ്യൂ. എന്താണ്? ആദ്യം നിങ്ങൾ ഉപയോഗിക്കൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള ആളെ ഹെൽപ്പ് ചെയ്യുന്ന പറയാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? RCM ബിസിനസ്സിൽ ആദ്യം ചേഞ്ച് ആവേണ്ടത് ഞാൻ ചേഞ്ച് ആവണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ള വ്യക്തികളെ ചേഞ്ച് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഞാനത് ആക്ച്വലി ഒരു വലിയ പ്രസന്റേഷൻ ആണ്, കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ പറയാ, ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് പറയാം, സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ആൾക്കാർക്കും ആഗ്രഹമുണ്ട്. സക്സസ് ആവണോ ആവണ്ടേന്ന് തീരുമാനിക്കുന്നത് എന്റെ അപ്ലൈൻ ലീഡറോ എന്റെ ഡൗൺലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ എന്റെ ക്രോസ് ലൈനോ RCMലുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. ഇത് തീരുമാനിക്കേണ്ട ആള് നമ്മൾ മാത്രം. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ RCMൽ ഒരു പ്രൊഡക്റ്റേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ജയിക്കാം. RCMൽ ഒരു പ്രൊഡക്റ്റും ഇല്ലാത്തൊരു കാലം വന്നാലും you will be number one. Okay. Thank you so much, GRCM. Correct 8:30, sir. Done.